അതാ നല്ലത്, ഉപ്പ് കല്ലാ നല്ലത്. നമ്മുടെ കപ്പയൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ടോ? വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി ഇതൊന്ന് ചെറുതായിട്ടായോ ആയി. ഞങ്ങൾ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. നന്നായി വെന്തു. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ആയിരിക്കുമല്ലോ. വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിലും വിലയല്ലേ. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ചിരട്ടയ്ക്കും ഒക്കെ വിലയല്ലേ. കുറച്ച് കടുകിടാം. കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇടാം. കട്ടൻ ചായ പൊടി കുറച്ച് പൊടി ഇട്ടിട്ട്, നേരിയ പൊടി ഇട്ടിട്ട്. അതെ, നേരിയ പൊടി ഇട്ടിട്ട് ചായയും കപ്പ ബിരിയാണിയും. കട്ടൻ ചായ നല്ലത്. അതെ അതെ, നമ്മൾ പുറത്ത് പോയാലേ പാലൊഴിച്ച് കുടിക്കുന്നേക്കാളും നല്ലത് കട്ടൻ ചായ കുടിക്കുന്നത്. അതെ അതെ അതെ, പശുമ്പാലല്ലല്ലോ. സൊസൈറ്റിയിൽ നിന്നൊക്കെ കുറച്ച് പാല് വാങ്ങും, ബാക്കി അതൊന്ന് തുറന്നു തന്നേരെ. കരിയാപ്പില ഉണ്ടായിരുന്നോ? ഇല്ല, ഇതിലേക്ക് ഇട്ടോ. തുറക്കണമെങ്കിൽ ഒരു സാധനം രണ്ടിനും കൂടെ ഒരു വിസിലുണ്ട്. നോക്കി നോക്കാം, ഇല്ലെങ്കിൽ നോക്കാം. വെന്തിട്ടുണ്ട് ഇല്ലേ? എന്തില്ലേ, നല്ലോണം വെന്തു അല്ലേ? ഊരിപ്പോയിരുന്നു. അങ്ങനെയല്ല, ഓഫീസിൽ കണക്കൂടിയാവുമ്പോൾ നടത്താൻ പോവാം. 4 മണിക്ക് ഇട്ടോ, അതിട്ടോ. മസാല കാണിക്കുക, അതെന്താന്ന് അതിൻ്റെ പുറം മസാല. പെരുംജീരകത്തിൻ്റെ പൊടിയൊന്നും ഇല്ലല്ലോ? വേണ്ട, അത് ആദ്യം ഇടണേ. ഇപ്പം എനിക്കണ്ട, കടിക്കും. എന്നിട്ടും ഇഷ്ടമാണ് ഇട്, ഇഷ്ടമാണെങ്കിൽ ഇടണം.
മതി എന്തോ അധികമായ കൊള്ളില്ല എല്ലാം. അത് നമ്മളൊന്ന് പൊടിച്ചിട്ട് ഇടണം, അല്ലെങ്കിൽ ആദ്യം ഇടണം, നല്ല ചതച്ചിടണം. അന്നേരമാണ് അതിൻ്റെ വേണ്ട അതിലിട്ടതല്ലേ വലിയ അതൊന്നും അതൊക്കെ ഇട്ടു. ഞാൻ ഇതിലിട്ടു. ആ അതല്ലേ വേണ്ടത്. കുരുമുളക് പൊടി 1 സ്പൂണ് മതി 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 മതി. ഒന്ന് ഇറച്ചിയിട. ഇറച്ചി ഇങ്ങോട്ട് കുടഞ്ഞോ. അത് ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഹലോ നമ്മൾ ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഹലോ അപ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ എല്ലും ഇറച്ചിയും കൂടെ വാങ്ങിയത് നല്ലോണം വെന്തിട്ട് നമ്മൾ കടുക് വറുത്തു. ഇനി ഇതൊന്ന് ഇങ്ങനെ ഇരുന്ന് റെഡിയാവണം. ഒരിത്തിരി വെള്ളം പറ്റാനുണ്ട്. അതങ്ങ് പറ്റി കഴിയുമ്പോൾ നമുക്ക് കപ്പ ഇടാം. ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഇച്ചിരി നേരം. നമ്മൾ തേങ്ങയൊന്നും ഒന്നിലും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങയൊക്കെ വറുത്ത് ചേർത്തിട്ടൊക്കെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. തേങ്ങ നല്ലോണം വറക്കണം. അതിൻ്റെ കൂടെ ജീരകം, ചെറിയ ജീരകം ചേർക്കാം, വലിയ ജീരകവും ചേർക്കാം. തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ അതും വറുത്തെടുക്കാം. എന്നിട്ട് അരയ്ക്കേണ്ട, മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഒരു മയപ്പെടുത്തിയിട്ട് ഇതിലിട്ടാൽ മതി. അതും സൂപ്പറാണ്. കപ്പ ബിരിയാണി തന്നെ നമുക്ക് 2-3 സൈസിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു കപ്പ ബിരിയാണിയാണ്. ഇതിന് നമ്മൾ എല്ലാം തേങ്ങ കൊത്തും ഒന്നും ചേർത്തില്ല. തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടാൽ നല്ലതാണ്. തേങ്ങാക്കൊത്ത് നമ്മളില്ല. മസാലകൾ മാത്രം ചേർത്തിട്ട് ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള കപ്പ ബിരിയാണിയാണിത്. വേറെ തേങ്ങയൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. അത് നമുക്ക് ഇതൊന്നും എടുക്കാം. എന്നിട്ട് കപ്പ ഇട്ട് കൊടുക്കാം. എൻ്റെ മൊബൈൽ ഇരുട്ട് ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും വെക്കുന്നില്ല. ഞാനിങ്ങനെ ഓരോ സാധനം ചെയ്യുന്നുണ്ട്. മൊബൈലൊന്നും നല്ലതൊന്നുമല്ല. ഇതിലേക്ക് ഇട്ടാൽ മതി. ഇങ്ങനെ ഇളക്കാൻ പറ്റും. അല്ല ഇതിലിട്ടോ. അത് ഇളക്കാൻ പറ്റില്ല. ശരി, ഇത് കടിയൊക്കെ ഇങ്ങ് വെച്ചിട്ട് വരെ വരുമ്പോ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ശരിയാകുന്നുണ്ട്. ശരിയായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണെങ്കിൽ പറയണേ കേട്ടോ. കപ്പ ബിരിയാണി ചൂട് അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. സൂപ്പർ കപ്പ ബിരിയാണിയാണ്. തേങ്ങ കൊത്തിട്ടില്ലെങ്കിലും തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും തേങ്ങ അരച്ച് നമ്മൾ ചേർത്തിട്ടില്ലെങ്കിലും നല്ല കപ്പ ബിരിയാണി. അപ്പം ഇന്ന് രാത്രിക്ക് എല്ലാവർക്കും കപ്പ ബിരിയാണി കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങിക്കോ. നല്ല സൂപ്പർ കപ്പ ബിരിയാണിയാണ് കേട്ടോ. എന്താ കണ്ടോ?
എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. ആരും മിണ്ടാതിരിക്കരുത്. എല്ലാവരും ഈ കപ്പ ബിരിയാണി കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. കഴിച്ചിട്ടും കണ്ടിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ കപ്പ ബിരിയാണി. ഇനിയും വേറൊരു അതിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല, മസാല മാത്രം ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടി ചേർക്കാൻ വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി എൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെതറിയിടാം. എന്നാലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കടുക് വറുക്കണമെന്നില്ല, വെറും പച്ച വെളിച്ചെണ്ണയോ കുരുമുളക് പൊടി ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ്. ഇഷ്ടമുള്ളവർക്കെന്നും കൂടി പറയണമല്ലോ. ഈ കപ്പയും ഇറച്ചിയും ഇങ്ങനെയൊക്കെ ഇഷ്ടം ഉള്ളവർക്ക്, കഴിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നല്ല രുചിയാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കൽ തന്നെയായിരിക്കും പണി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാവേ.